പഴയ ട്രംപ് തന്നെയാണോ ഇത്? യുഎസ് പ്രസിഡന്റായി ട്രംപിന്റെ രണ്ടാം അംഗത്തിൽ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. അടിമുടി മാറ്റം. ഇതിന്റെയൊക്കെ ഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം രഹസ്യമായും പരസ്യമായും കേൾക്കുന്നു. അമേരിക്ക വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ചവിട്ടിപ്പിടിച്ചില്ലെങ്കിൽ രാജ്യം മൂക്കുകുത്തി വീഴും. പഴയ പോലെ ധാരാളിത്തവും ഡമ്പും ഇനി ചെലവാകില്ല. അതാണത്രേ ട്രംപ് കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അമ്പരപ്പല്ല, ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത്. എത്രത്തോളം വാസ്തവം ഉണ്ടെന്നറിയില്ല. ട്രംപിന്റെ പോക്ക് കാണുമ്പോൾ ഈ വാർത്തയിൽ അമ്പരക്കാനും ഒന്നുമില്ല. ഗസ സ്വന്തമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. സഞ്ചാരികളുടെ പറുദീസയാക്കി ഗസയെ മാറ്റുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതിനായി ഗസയിലെ പലസ്തീനികൾ ഒഴിയണം. അവർക്ക് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകാമെന്നാണ് ട്രംപ് പറയുന്നത്. ഗസയിൽ നിന്ന് വരുന്ന പലസ്തീൻ പൗരന്മാർക്ക് അഭയം ഒരുക്കണമെന്ന് ഈ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. അമ്പരപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണിത്. ഹമാസുമായി യുഎസ് രഹസ്യ ചർച്ച നടത്തുന്നു, അതും ഇസ്രയേലിനെ ഒഴിവാക്കിക്കൊണ്ട്. ഹമാസിനെ തുടച്ചു നീക്കും വരെ ഗസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനായി നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസിനെ പ്രകോപിപ്പിച്ചു. മാത്രമല്ല, രണ്ടാംഘട്ട വെടിനിർത്തൽ അട്ടിമറിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചതോടെ ഗസയിലേക്കുള്ള ട്രക്കുകളുടെ യാത്രയും ഇസ്രയേൽ ബ്ലോക്ക് ചെയ്തിരുന്നു. റമദാൻ കാലത്തും ഗസ പട്ടിണിയുടെ പിടിയിലാണ്. ഇതിനെതിരെ ലോകം മുഴുവൻ വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു. അതിനിടെ ഇസ്രയേലുമായി വമ്പൻ ആയുധ കരാറിൽ യുഎസ് ഒപ്പുവയ്ക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹമാസുമായി യുഎസ് രഹസ്യ ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനിടെ ഹമാസിന്റെ തടവറയിലുള്ള ഇസ്രയേൽ ബന്ദികളെയും മോചിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അസാധാരണ നടപടിയെന്നാണ് ഈ റിപ്പോർട്ടുകളോടുള്ള വിദഗ്ധരുടെ പ്രതികരണം. കാരണം ഗാസ യുദ്ധത്തിൽ യുഎസ് നേരിട്ട് ഇടപെടുന്നില്ല. മാത്രമല്ല, 1997 ഹമാസിനെ യുഎസ് തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ട്രംപിന്റെ നീക്കത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം എന്താകുമെന്ന ആകാംക്ഷയിലാണ് ലോകം. അതിനിടയിൽ കെയ്റോയിൽ നടന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി വലിയ വാർത്താപ്രാധാന്യം നേടി. സ്വതന്ത്ര പലസ്തീൻ സാധ്യമാക്കുമെന്നാണ് ഉച്ചകോടിയിൽ സ്വീകരിച്ച നിലപാട്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്നും അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കി. ഗാസ പുനർനിർമ്മാണത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങൾക്ക് ബദലായി പലസ്തീനികളെ ഗാസയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള $53 ബില്യൺ ബദൽ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ടാണ് അറബ് ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചത്. ഗാസയെ സമയബന്ധിതമായി പുനർനിർമ്മിക്കുക, ഭരണമാറ്റത്തിൽ തീരുമാനമെടുക്കുക എന്നിവയാണ് ഉച്ചകോടിയിലെ പ്രധാന വിഷയങ്ങൾ. അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഭരണ സംവിധാനത്തിന് രൂപം നൽകാനാണ് അറബ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. അറബ് രാജ്യങ്ങൾ മുന്നോട്ടുവച്ച ഈ ബദൽ പദ്ധതിയെ പൂർണ്ണമായും എതിർക്കുന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ളൊരു പുനർനിർമ്മാണ പദ്ധതിക്കും തയ്യാറല്ലെന്നാണ് അറബ് രാജ്യങ്ങൾ അറിയിച്ചത്. എന്നാൽ ഹമാസിനെ അധികാരസ്ഥാനത്ത് നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടുള്ളൊരു ഭരണ സംവിധാനമാണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. $53 ബില്യൺ പുനർനിർമ്മാണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതും 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗാസയിൽ 2 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടിവരും. ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് യുഎൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് പിന്തുണ നൽകി. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കാതെ ഗസയിൽ സമാധാനമുണ്ടാവില്ല. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുകയും സ്വതന്ത്ര പലസ്തീൻ അംഗീകരിക്കുകയുമാണ് അനിവാര്യമെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു.